SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി കൂടി ചേരുകയാണ്. ആദർശിനോട് തന്നെ ചോദിക്കാം. ആദർശ്, ഇതാ ഈ CJPയുടെ പ്രതിഷേധത്തിൽ നിന്നൊക്കെ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് നിങ്ങൾക്കെതിരെയൊക്കെ ഇപ്പോൾ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നൊക്കെ നടക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഒന്ന്, വിദ്യാർത്ഥികളുടെ ഈ സമരത്തെ എത്രത്തോളം സംഘപരിവാറും BJPയും ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPCയുടെ 105ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെമിനാർ, ഒരു പൊതുപരിപാടി ചൈനീസ് എംബസിയിൽ വെച്ച് നടത്തുകയുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, CPMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ, ഫോർവേഡ് ബ്ലോക്കിന്റെ ഭാരവാഹി ശ്രീ ദേവരാജൻ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, വിവിധ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പൊതു സെമിനാർ ആയിരുന്നു. അതിന്റെ ഭാഗമായി സെമിനാറിൽ പങ്കെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ വന്ന ചിത്രത്തെ എല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് എതിരായി വാർത്ത, ഒരു ഫേക്ക് പ്രൊപ്പഗൻഡകൾ തയ്യാറാക്കിക്കൊണ്ടാണ് സംഘപരിവാറിന്റെ ഹാൻഡിലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാജ്യത്താകമാനം തന്നെ വിദ്യാർത്ഥികൾ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർത്ത BJP സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്താകമാനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് പ്രൊപ്പഗൻഡകൾ തയ്യാറാക്കി മറുപടി പറയുകയാണ് BJPയും സംഘപരിവാറും. ഇപ്പോ ഈ സമരത്തെ, ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ, രാജ്യത്താകമാനം തന്നെ നീറ്റ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തെ ആദ്യം ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിശേഷിപ്പിച്ചത് അത് ടെററിസ്റ്റുകൾ നടത്തുന്ന സമരം എന്നുള്ള നിലയിലാണ്. അതായത് രാജ്യത്തെ 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ ഒരു ദിവസം ഈ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേടുകൾ കൊണ്ട്, അവരുടെ പരാജയം കൊണ്ട് നിർത്തലാക്കി. ഏകദേശം 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് അതിന്റെ ഭാരം ചുമക്കേണ്ടി വന്നത്. അതായത് നാളത്തെ ഡോക്ടർമാരോ പ്രൊഫഷണലുകളോ ആവേണ്ട വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത ഒരു പരീക്ഷാക്രമം. ആ പരീക്ഷയിൽ വലിയ അഴിമതികൾ, സ്കാമുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 89ലധികം പരീക്ഷാ പേപ്പറുകളാണ് ചോർന്നിട്ടുള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ അതിനെതിരായി, ഈ തെറ്റിനെതിരായി നടത്തുന്ന സമരത്തെ, ഈ ക്രമക്കേടുകൾക്കെതിരായി നടത്തുന്ന സമരത്തെ ഏകദേശം 21ലധികം വിദ്യാർത്ഥികളെയാണ് ഈ ഭരണകൂടം അവരുടെ പിടിപ്പുകളുടെ ഭാഗമായി, അവരുടെ ഇൻകപ്പാസിറ്റിയുടെ ഭാഗമായി മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് തള്ളി നീക്കിയത്. ഇത്തരത്തിൽ 21 വിദ്യാർത്ഥികളുടെ ജീവൻ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെട്ടു. ആ നിലയിലെല്ലാം തന്നെ ആ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വലിയ അഴിമതിയെ, ക്രമക്കേടിനെതിരായ എല്ലാം തന്നെ സമരം നടക്കുമ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടി പല പ്രൊപ്പഗൻഡകൾ തയ്യാറാക്കുക. പാകിസ്ഥാനികളാണ്, ബംഗ്ലാദേശികളാണ്, പോലുള്ള കാര്യങ്ങൾ പറഞ്ഞത് തീവ്രവാദികളുടെ 2ാം ഗ്രൂപ്പാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, ഫേക്ക് പ്രൊപ്പഗൻഡകൾ കൊണ്ടുവന്ന് ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊന്നും ഭയപ്പെടുന്ന ഒരു സ്ഥിതിയില്ല. വലിയ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും. രാജ്യത്തെ വിദ്യാർത്ഥികളാകുമ്പോൾ തന്നെ ഈ സമരത്തോടൊപ്പം ചേർന്ന് വലിയൊരു പ്രക്ഷോഭമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ ഘട്ടത്തിൽ ശക്തമായി തന്നെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. എത്തരത്തിലുള്ള ഫേക്ക് പ്രൊപ്പഗൻഡകൾ ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാക്കിയാലും അതിനെ ശക്തമായി പ്രതിരോധിക്കും. ജനങ്ങൾക്ക് അതിന് ബോധ്യമുണ്ട്, രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ആ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ശരി, വളരെ നന്ദി ആദർശ് ഈ അവസരത്തിൽ